ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആളുകളിൽ പലരും കരുതും ഇതേതോ വലിയ റെസ്റ്റോറൻറ്റിലെ കിച്ചണിൽ ആളുകൾ നിന്ന് ജോലി ചെയ്യുന്നത് ആണെന്ന്. യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലകളിൽ സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾ, ലേബർ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന ക്യാമ്പുകളുണ്ട്. ലേബർ ക്യാമ്പുകൾ എന്നാണ് പൊതുവെ അതിന് പറയാറ്. അത്തരത്തിലുള്ള ക്യാമ്പുകളിൽ ആളുകൾ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷവും ജോലിക്ക് പോകുന്നതിന് മുമ്പൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം, അത് ഓരോ ഗ്രൂപ്പുകളായിട്ട് ആളുകളുണ്ടാവും, അവരൊരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം, ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളുടെ ഫാമിലിയിലുള്ള ആളുകൾ, നാട്ടിൽ ഉള്ള ആളുകൾ ഇവരുടെ യഥാർത്ഥത്തിലുള്ള കഷ്ടപ്പാടുകളൊന്നും പലപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പ്രവാസിയും ഓരോ രൂപ സമ്പാദിച്ച് അവരുടെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നത് എന്ന് ആ കുടുംബത്തിലുള്ള പലരും പലപ്പോഴും മനസ്സിലാക്കാറില്ല. മക്കളായാലും ഭാര്യ ആയാലും അച്ഛനായാലും അമ്മയായാലും പലപ്പോഴും മനസ്സിലാക്കാറില്ല. എനിക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ പോയി കണ്ടു കഴിഞ്ഞ സമയത്ത് എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ പലരും ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്തൊക്കെ പലപ്പോഴും പോകാറുണ്ട്. അത് പോയി കാണുന്ന സമയത്ത് മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇവർ ഈ അധ്വാനിച്ച് വർഷങ്ങളോളൊക്കെ നിന്ന് ഇവിടെ നിന്ന് ഈ പൈസ മുഴുവൻ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് പൈസ മാറ്റി വച്ചിട്ട് ഇവരുടെ മക്കളെയോ ഭാര്യയോ ഒക്കെ ഇവരുടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവർ ജോലിക്ക് പോണ സ്ഥലം, അവർ വന്ന് താമസിക്കുന്ന ഉറങ്ങുന്ന അവരുടെ റൂമും മറ്റ് സൗകര്യങ്ങൾ, അവരുടെ ബാത്റൂം സൗകര്യങ്ങൾ, അടുക്കള സൗകര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്നാലാണ് ഇവർ സമ്പാദിക്കുന്ന പണത്തിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കി അവർ നാട്ടിൽ ചിലവുകൾ നടത്തുള്ളൂ. ഒരു പരിധിവരെയുള്ള കുറേ ഫാമിലികളൊന്നും ഈ പൈസയുടെ മൂല്യം അറിയാതെ നാട്ടിൽ ധാരാളിച്ച് ദൂർത്തടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. കുറേയൊക്കെ ഫാമിലികൾ ഇവരെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി, ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി കൃത്യമായിട്ട് ചെലവ് ചുരുക്കി ജീവിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇവരുടെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കുന്നവരല്ല. ഇതൊന്നും ആരെയും പറഞ്ഞ് ബോധിപ്പിക്കാനൊന്നും ഒരു പ്രവാസിയും തയ്യാറാവാറും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം അവൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഏത് പ്രായത്തിൽ പ്രവാസ ലോകത്തിലേക്ക് വന്നു പെട്ടാലും, അത് ഏത് GCC രാജ്യത്തായാലും. അപ്പോൾ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ വന്ന് പ്രവാസികളായിട്ടുള്ള ആളുകൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ കുടുംബം നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഒരു പരിധിവരെയുള്ള ആളുകൾ ആരും അവരുടെ കുടുംബത്തെ അറിയിക്കാറില്ല. ഈ നിന്ന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണവും തൊട്ടടുത്ത ദിവസം രാവിലത്തേക്ക് പോകുമ്പോൾ കൊണ്ടുവരാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഈ ആളുകളില്ലേ, ഈ ആളുകളുടെ മക്കളിൽ പലർക്കും, ഭാര്യമാരിൽ പലർക്കും, അച്ഛനും അമ്മയും ആയിട്ടുള്ള ആളുകൾ പലർക്കും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പ്രവാസിയും ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള വസ്തുത പലപ്പോഴും അറിയാതെ പോകുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. സ്വന്തം നാടും വീടും മണ്ണും മഴയും സ്വന്തങ്ങളും ബന്ധങ്ങളും മക്കളും ഭാര്യയും അച്ഛനും അമ്മയും ഇവരെയൊക്കെ ഒരുപാട് അകലെ നിർത്തി അവർക്ക് വേണ്ടിയിട്ട് ജീവിതം നയിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള, സാധാരണ ജോലി ചെയ്യുന്ന പ്രവാസികൾ. അവരുടെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും അധികം കഷ്ടപ്പെട്ടിട്ടാണ് അവരോരോരുത്തരും ഇവിടെ ജോലി ചെയ്യുന്നതും ഓരോ രൂപയും സമ്പാദിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി വേണം നാട്ടിൽ നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുന്ന ഓരോ ചില്ലി പൈസയും ചിലവാക്കാനായിട്ട്.